കർത്താവ് നിങ്ങളോട് കൂടെയും ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 4, 26 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു, ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശം. അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു. അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടിമുളച്ച് വളരുന്നു. ആദ്യം ഇല, പിന്നെ കതിർ, തുടർന്ന് കതിരിൽ ധാന്യമണികൾ. ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു. ധാന്യം വിളയുമ്പോൾ കൊയ്ത്തിന് ആകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, ദൈവരാജ്യത്തെ എന്തിനോട് താരതമ്യപ്പെടുത്തും? എന്ത് ഉപമ കൊണ്ട് അതിനെ വിശദീകരിക്കും? അതൊരു കടുകുമണിക്ക് സദൃശമാണ്. നിലത്ത് പാകുമ്പോൾ അത് ഭൂമിയിലുള്ള എല്ലാ വിത്തുകളെയും കാൾ ചെറുതാണ്. എന്നാൽ പാകിക്കഴിയുമ്പോൾ അത് വളർന്ന് എല്ലാ ചെടികളെയും കാൾ വലുതാവുകയും വലിയ ശാഖകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആകാശത്തിലെ പക്ഷികൾക്ക് അതിൻ്റെ തണലിൽ ചേക്കേറാൻ കഴിയുന്നു. അവർക്ക് മനസ്സിലാകും വിധം ഇത്തരം അനേകം ഉപമകളിലൂടെ അവൻ വചനം പ്രസംഗിച്ചു. ഉപമകളിലൂടെ അല്ലാതെ അവൻ അവരോട് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ശിഷ്യന്മാർക്ക് എല്ലാം രഹസ്യത്തിൽ വിശുദ്ധീകരിച്ച് കൊടുത്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഡോൺ ബോസ്കോ അല്ലെങ്കിൽ ജോൺ ബോസ്കോ 2 രീതിയിലും വിളിക്കപ്പെടാറുണ്ട്. അദ്ദേഹത്തെ സഭയിൽ നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നു. ഇന്നത്തെ ആദ്യ വായനയിൽ കേട്ട സഹനശീലം നന്നായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഡോൺ ബോസ്കോ. അതല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല. സ്ട്രീറ്റ് ചിൽഡ്രൻ, ജുവനൈൽ ഡെലിങ്കൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല ദുശീലങ്ങളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ട് ദൈവത്തിൽ നിന്നകന്ന്, കുടുംബത്തിൽ നിന്നകന്ന്, തെറ്റായ കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ട് കടന്നിരുന്ന വ്യക്തികളെ പെറുക്കിയെടുത്ത് അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത്, സ്നേഹം കൊടുത്ത് അവരുടെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ഒരു വ്യക്തിയെന്ന് പറയാൻ പറ്റും. ഇത്രയും മോശപ്പെട്ട മക്കളല്ലേലും അവരെ വളർത്താൻ നമ്മൾ വിടുന്ന പാട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സഹനശീലമില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, വിദ്യാഭ്യാസത്തിന് വലിയ സ്ഥാനം കൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അത് എല്ലാവർക്കുമെന്നല്ല, എല്ലാവർക്കും വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞത്, സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ആരോഗ്യത്തെക്കാളും സൗന്ദര്യത്തെക്കാളും ഒക്കെ വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ, അദ്ദേഹവും ഈ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എഡ്യൂക്കേഷൻ ഓഫ് ദ ഹാർട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. ശരിക്കും നമുക്ക് നമ്മുടെ ഹൃദയം പഠിപ്പുള്ള ഒരു ഹൃദയമായി മാറണം. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കണം. അത് വളരെ ആവശ്യമാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ഇന്നത്തെ സുവിശേഷ ഭാഗം ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്താണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പഠനമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, നമ്മളൊരു വിത്ത് വാങ്ങിയാൽ അത് വളരും, അത് ചെടിയാകും, അതിൽ കതിരുണ്ടാകും. നമ്മളത് നോക്കി നിൽക്കേണ്ട കാര്യമില്ല, അത് തന്നെ സംഭവിച്ചോളും. നമ്മൾ ചെയ്യേണ്ട പണി ചെയ്തിട്ട് മാറി നിന്നാലും ദൈവം ബാക്കി ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം. 1 കൊറിന്തോസ് 3-ാം അധ്യായം 6-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. പൗലോസ് പറയാണ്, ഞാൻ നട്ടു, അപ്പോളോ വെള്ളമൊഴിച്ചു, പക്ഷെ വളർത്തിയത് ദൈവമാണ്. പ്രധാനപ്പെട്ട കാര്യം ചെയ്ത ആരാണ്? ദൈവം. ഞാൻ വേണേ ജോലിക്ക് പോയി, ഞാൻ വേണേ പറമ്പിൽ കൃഷി ഇറക്കി, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ചെയ്തു. പക്ഷെ അവിടെയൊക്കെ വിജയമുണ്ടാകണമെങ്കിൽ അത് ദൈവം തരണം. ഇക്കാര്യം മറക്കുന്നവരാണ്
അഹങ്കാരികളായി മാറുക. അവരുടെ ജീവിതത്തിലാണ് ഒരുപാട് നേട്ടമുണ്ടായാലും അവസാനം അതെല്ലാം നശിപ്പിച്ച് അവരുടെ ആത്മനാശം പോലും സംഭവിക്കുന്ന ആ ഒരവസ്ഥ. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുത്ത് ജീവിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളത് ഈ ഡോൺ ബോസ്കോ ആണെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗവും അതിലേക്കാണ് വെളിച്ചം വീശുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. വിശുദ്ധ ഡോൺ ബോസ്കോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്നേഹം എടുത്തവനും കൊടുത്തവനുമാണ് ഡോൺ ബോസ്കോ. അതുപോലെ തന്നെ ആനന്ദം എടുത്തവനും കൊടുത്തവനുമാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്നൊന്നാണ് ആനന്ദം. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു ഉപകരണമായിട്ട് മാറി. അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ശരിക്കുള്ള ആനന്ദം വരുന്നത് പാപത്തിൻ്റെ മേൽ വിജയം വരിക്കുമ്പോഴാണ്. ഇത് അനുഭവിച്ചിട്ടില്ലാത്തവർക്കാണ്. അവർക്ക് ഇച്ചിരി സന്തോഷം മതി, തിന്നുമ്പം കിട്ടുന്ന കുടിക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷം. അതല്ലെങ്കിൽ ലോകത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു സന്തോഷം, കൂട്ടുകാർക്ക് നൽകാൻ പറ്റുന്ന ഒരു സന്തോഷം, അത് മതി. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉന്നതമായ ചില കാര്യങ്ങളുണ്ടെന്ന് ഈ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ കൂട്ടുകാരി ചിലപ്പം ദൈവത്തിലേക്ക് നയിക്കുന്നതിനേക്കാൾ പാപത്തിലേക്ക് നയിക്കുന്നവരായിരിക്കാം. എന്നാലും അവരുടെ കൂടെ കൂടുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് മതിയെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ. ശരിക്കുള്ള സന്തോഷം പാപത്തിൻ്റെ മേൽ വിജയം വരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നതാണ്. അതാണ് നാം ലക്ഷ്യം വയ്ക്കേണ്ടത് എന്ന് ഈ വിശുദ്ധൻ നമ്മെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. വിശുദ്ധ ഡോൺ ബോസ്കോ ഒരു കാര്യത്തിൽ വളരെ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് സാത്താൻ ഒത്തിരി പേരുടെ നേരെ വെച്ച് നീട്ടുന്ന ഒരു കെണിയുണ്ട്. അതാണ് അലസത. ഈ അലസത ഒരുപാട് പേര് ഏറ്റെടുക്കുന്നുണ്ട്. അലസത അത് നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. പറയുന്നുണ്ട്, അധ്വാനശീലരാകണം, അലസരാകരുത്. അലസരായാൽ അത് നിന്നെ നാശത്തിലേക്ക് നയിക്കും എന്ന് വ്യക്തമായിട്ട് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ ഡോൺ ബോസ്കോ. ഇന്നത്തെ ആത്മീയ ഭോജ്യത്തിൽ ഒരു വിഷയം വിചിന്തനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഇന്നും ചിലരൊക്കെ നാടൻ കോഴി ചോദിച്ചു വാങ്ങിക്കും. വേറെ ചിലർക്ക് ബ്രോയിലർ ചിക്കൻ മതി. കാരണം അതാണെങ്കിൽ വേവിക്കാൻ എളുപ്പമുണ്ട്, കടിച്ചു പറിക്കാൻ എളുപ്പമുണ്ട്. നാടൻ ചിക്കൻ അത്ര എളുപ്പമല്ല. നാടൻ കോഴി നമുക്കറിയാം, പറമ്പിൽ കൂടെ നടക്കുകയും കൊത്തി തിന്നുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ബ്രോയിലർ കോഴിയുടെ പ്രത്യേകത എന്താ? അതിനെ ഇങ്ങനെ അനക്കാതെ നിർത്തിയിരിക്കുക, പെട്ടെന്ന് വെയിറ്റ് ഉണ്ടാകാൻ വേണ്ടി അനക്കാതെ നിർത്തി. അത് തിന്നും, വെള്ളം കുടിക്കും, അനങ്ങാതെ നിൽക്കും, വേണേൽ ഇച്ചിരി വിശ്രമിക്കും. ഏതാണ്ട് ഇതുപോലെ വളരുന്ന മക്കളെ ചിലപ്പോൾ നമ്മൾ കണ്ടെന്ന് വരും. മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ കണ്ട് മുറിക്കകത്ത് തന്നെ കൂടുതൽ സമയം ചിലവഴിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്ക് അനക്കയില്ല, മുറ്റത്തേക്ക് പോലും ഇറങ്ങത്തില്ല, പറമ്പിലേക്കൊന്നും ഇറങ്ങത്തില്ല, ഒരു പണിയും ചെയ്യത്തില്ല. ആകപ്പാടെ ചെയ്യാറുള്ളത് തിന്നും, കുടിക്കും, പിന്നെ വേണേ ഫോൺ നോക്കും, കിടന്നുറങ്ങും. ഏതാണ്ട് ബ്രോയിലർ ചിക്കൻ പോലെ വളർന്നു വരുന്ന കുട്ടികൾ മാത്രമല്ല, വലിയവരും ഉണ്ട്. ഇനി അതുകൊണ്ട് എന്താ ഇപ്പോൾ സംഭവിക്കുക? നമുക്ക് വേണമെങ്കിൽ ശരീരത്തിന് ഒരു ഉറപ്പില്ല, മസിലില്ല. അതൊക്കെ വേണമെങ്കിൽ പിന്നെ നമ്മൾ നടക്കാൻ പോകണം, ട്രെഡ്മില്ലിൽ കയറണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ അനുദിനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ, അധ്വാനശീലരാകുന്നെങ്കിൽ ഇതെല്ലാം വരും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. പറയുന്നുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം വചന വെളിച്ചത്തിൽ ജീവിക്കാൻ പറ്റണം. സഹനശീലം വിശുദ്ധനുണ്ടായിരുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു. എങ്ങനെയാണ് ഈ സഹനശീലം ഉണ്ടാകുക? ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കൈക്കകത്ത് തഴമ്പ് വന്നത്? അങ്ങനെയൊന്നും വരത്തൊന്നുമില്ല. കയ്യെ തഴമ്പ് വരണമെങ്കിൽ വല്ല ആയുധമെടുത്ത് നമ്മൾ അധ്വാനിക്കണം. അങ്ങനെയുള്ളവരുടെ കയ്യെ തഴമ്പ് കാണും, ശരീരത്തിന് ഉറപ്പുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ആധ്യാത്മികമായിട്ട് നമുക്ക് വളരാൻ സാധിക്കണമെങ്കിൽ, സഹനശീലത്തിൽ വളരാൻ സാധിക്കണമെങ്കിൽ അധ്വാനശീലരാകാൻ നമുക്ക് പറ്റണം.
റോമാലേഖനം 5-ാം അധ്യായം 4-5 വചനങ്ങൾ ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് കഷ്ടത സഹനശീലം തരും. ആർക്കാ വേണ്ടത് കഷ്ടത? എങ്ങനെയെങ്കിലും കഷ്ടപ്പാട് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെല്ലാം സ്വീകരിക്കും. കഷ്ടത സഹനശീലം തരും, സഹനശീലം ആത്മധൈര്യം തരും, ആത്മധൈര്യം പ്രത്യാശ തരും, പ്രത്യാശ നമ്മെ നിരാശരാക്കില്ല. ഒരുപാട് സാങ്കേതികമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രപരമായിട്ടൊക്കെ ഒരുപാട് വളർന്ന് കമ്പ്യൂട്ടറൈസേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പഴയതിനേക്കാൾ നിരാശയുടെ അളവ് ഉയർന്നല്ലേ നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പം അതുകൊണ്ട് ജീവിത സൗകര്യം വർദ്ധിച്ചെന്ന് പറഞ്ഞാലും പ്രത്യാശയും സന്തോഷവും സമാധാനവും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കുണ്ടാകണമെന്നില്ല. അതുണ്ടാകണമെങ്കിൽ അതിൻ്റെ ഉറവിടമായ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടാകണം. ദൈവം വചനത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു കാര്യത്തിനായിട്ട് നമുക്ക് തീരുമാനമെടുക്കുകയും അത് നടക്കുന്നതിന് ഇന്നത്തെ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ധ്യാനിക്കുന്നതോടൊപ്പം മാധ്യസ്ഥം തേടിക്കൊണ്ട് അദ്ദേഹത്തെ പോലെ ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാൻ വേണ്ട കൃപയ്ക്കായി ഈ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.